ഗുജറാത്ത് കയറിയപ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല റോഡുകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. റോഡ് മാത്രമല്ല, നല്ല ഭക്ഷണവും. ഞാൻ ഒരു വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അവിടെ എത്തിയപ്പം എനിക്ക് ഭക്ഷണത്തിനുള്ള ചിലവ് ഓൾമോസ്റ്റ് 0 ആയി മാറി. കാരണം ഒരു സൈക്കിളിൽ ഒരാൾ യാത്ര ചെയ്യുന്നു എന്നുള്ള ആശ്ചര്യം, രണ്ടാമത് ഒരു സ്ത്രീ സൈക്കിളിൽ വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ആയപ്പോഴത്തേക്കും എന്നെ വരവേൽക്കാനും എനിക്ക് ഭക്ഷണം തരാനും ഇഷ്ടംപോലെ ആളുകളായിരുന്നു. അപ്പോൾ അതിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തരത്തിൽ പേടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് ആ ഒരു എക്സ്പീരിയൻസിൽ കടന്നു പോകുമ്പോഴാണ് കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ തലാജ് എന്ന് പറയുന്നൊരു സ്ഥലം എത്താനാവുന്നു. നട്ടുച്ചയാണ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ലഞ്ച് എവിടെ നിന്നാണ് കഴിക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, തലാജിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യത കുറവാണ്, അപ്പം ഒന്ന് ഓർമ്മിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരാൾ എന്നെ ബൈക്കിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം ഈ സൈക്കിളിന് എന്താണ് വില എന്നുള്ളത്. എൻ്റെ പേരോ എൻ്റെ നാടോ ഒന്നും പ്രശ്നമല്ല. ആരും സൈക്കിളിന് എന്താണ് വില, എവിടെ നിന്നാണ് പിന്നെ വാങ്ങിച്ചത് എന്നുള്ള നിലയിൽ ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് ഈ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയും ഞാൻ സൈക്കിൾ ഓടിച്ചുകൊണ്ട് തന്നെ മറുപടി പറയും. ഉടൻ തന്നെ അയാൾ പറഞ്ഞു, എൻ്റെ വീട് കഴിഞ്ഞു പോയി, കുറച്ച് മുമ്പായിരുന്നു എൻ്റെ വീട്. അപ്പോൾ തലാജിൽ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് പോയാൽ മതി. ഗുജറാത്തിലുള്ള ഒത്തൻറ്റിക് ഫുഡ് എൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് നിങ്ങൾക്ക് തരുമായിരുന്നു, പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ വന്ന് തലാജിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നിങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഇയാളെ കൂടെ ഞാൻ പോയി. കാരണം എന്തായാലും വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം. റൈഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ സംശയങ്ങളൊക്കെ പൊന്താൻ തുടങ്ങിയത്. ഇയാൾ എന്നെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊരു രൂപമില്ല. ഫുൾ ഹൈവേ ഒക്കെ ഒരുവിധം ഐസൊലേറ്റഡ് ആണ്. അങ്ങനെ അധികം ആൾക്കാരൊന്നും അതുവഴി പോകുന്നില്ല. പോകുന്നവർ തന്നെ അവർക്ക് റോഡിൽ നടക്കുന്ന ഒരു കാര്യം അന്വേഷിക്കാനുള്ള സമയവും ഇല്ല. അങ്ങനെ മെയിൻ റോഡിൽ നിന്നൊരു ഡീവിയേഷൻ എടുത്ത് ഇയാൾ എന്നെ ഒരു ചെറിയ ഒരു ഢാബയിലേക്കാണ് കൊണ്ടുപോയത്. യാത്രയിലുടനീളം കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ എനിക്ക് നല്ല ചൂട് ചപ്പാത്തിയും ദാലും പനീർ കറിയും എല്ലാം വിളമ്പി എന്നെ നന്നായി സൽക്കരിച്ചു. ഞാൻ ഒരു ഭാഗത്ത് എനിക്ക് ഭക്ഷണത്തിനോടുള്ള സന്തോഷം, മറ്റൊരു ഭാഗത്ത് ഇതെന്താ സംഭവിക്കുന്നത്, ഇനി ഇയാൾ എന്നെ എന്തെങ്കിലും ട്രാപ്പിൽ പെടുത്താനുള്ള പരിപാടിയാണോ എന്നുള്ള പേടിയും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷൻ ആയിരുന്നെങ്കിലും സൈക്കിൾ എന്ന് പറയുന്ന ഒരു മീഡിയം നമുക്ക് ഒരാൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു നിമിഷം കൂടിയായിരുന്നു അത്. അങ്ങനെ അയാളുടെ കൂടെ ഒന്ന് അവിടെ നിന്ന് ലഞ്ച് കഴിച്ച് എന്നെ പേ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. കൂടുതൽ അയാളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് മുമ്പ് അയാളോട് നിന്ന് സ്ഥലം കാലിയാക്കിയിരുന്നു.